അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3084. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് പിശാചിനെ തടുക്കാനുള്ള ആയുധം, അതേക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഫഖീഹുൻ, അറിവുള്ളവൻ അഥവാ ഒരു പണ്ഡിതൻ, ഇസ്ലാമികമായിട്ട് നന്നായിട്ട് അറിവ് നേടിയെടുത്തവൻ, അവൻ അശദ്ദു, ഏറ്റവും ശക്തനാണ്, അലശൈത്വാൻ, പിശാചിനെതിരെ, പിശാചിനെ പ്രതിരോധിക്കാൻ, പിശാചിനെ തടുക്കാൻ, മിൻ അൽഫി ആബിദിൻ, 1000 ആബിദിനേക്കാൾ അറിവ് ഇല്ലാതെ ഇബാദത്ത് ധാരാളമായിട്ട് ചെയ്യുന്ന ഒരു ആബിദ്, എപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, അറിവ് കുറവാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള അറിവ് കുറവുള്ള ഇബാദത്ത് ധാരാളമായിട്ട് ചെയ്യുന്ന ആബിദ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അത്തരം 1000 ആളുകളേക്കാൾ പിശാചിനെ പ്രതിരോധിക്കാനും തടുക്കാനും കഴിവ് ആലിമിന് ഉണ്ടാകും, ഫഖീഹിന് ഉണ്ടാകും, അഥവാ അറിവ് ഉള്ളവന് ഉണ്ടാകും. അപ്പോൾ ധാരാളമായിട്ട് അറിവ് സമ്പാദിച്ചെടുക്കാൻ, ഇൽമ് പഠിക്കാൻ, അതിന് ഏതു മാർഗവും സ്വീകരിക്കാം. എന്ന് പറഞ്ഞാൽ ഇൽമ് പഠിക്കാനുള്ള ഏത് മാർഗം, ദർസ്, മദ്രസകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ, അങ്ങനെ തുടങ്ങി ഏത് മാർഗവും സ്വീകരിക്കാം. അറിവ് സമ്പാദിച്ചാൽ പിശാചിനെ തടുക്കാൻ കഴിയും. അറിവ് ആ അർത്ഥത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് പഠിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അള്ളാഹു തആല ആ രൂപത്തിൽ അറിവ് പഠിച്ച് പിശാചിനെ തടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന അറിവായി നമ്മുടെ അറിവുകളൊക്കെ അള്ളാഹു തആല മാറ്റി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.